കുടപ്പനെല്ലാം മുറിച്ചെടുക്കുന്നത് മാറ്റുന്നതാണ്. പിന്നെ കുടപ്പൻ മുറിച്ച് മാറ്റിയാൽ മാത്രമേ വാഴയിലെ പഴങ്ങൾ പെട്ടെന്ന് വലുതാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ കുറേ ഇരിപ്പുണ്ട്, അതെല്ലാം തന്നെ ഇനി എടുക്കാനുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരു കുടപ്പന്ത എടുക്കണണ്ട, ആ സഹോദരി എടുക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് കുറച്ചധികം നമ്മളിന്ന് എടുത്തു വച്ചിട്ടുണ്ട്. വന്ന ദിവസം കൊണ്ടായതുകൊണ്ട് എല്ലാം തന്നെ അറുത്തെടുക്കുവാണ്. വാ, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് വാഴപ്പൂ വട, അതായത് നമ്മുടെ കുടപ്പനാണ്. കുടപ്പൻ്റെ വട ഉണ്ടാക്കാനാണ്. ഒരു പരിപ്പ് വടയുടെ ഒരു വേരിയേഷനാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതാ കാണിക്കാൻ പോണത്. അതിനിതാ പരിപ്പ്, ഞാൻ പീസ് പരിപ്പാണ് എടുത്തത് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടണമുണ്ട് പീസ് പരിപ്പ് തന്നെ മേടിച്ചത്. അതിൽ ഒരു കഷ്ണം ഇഞ്ചി, ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവാതിരിക്കാനാണ് ഇവിടെ എല്ലാത്തിനും ഇങ്ങനത്തേക്ക് ഉപയോഗിക്കുന്നത്. അതേശം ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിക്കാൻ പോവുകയാണ്, തരിതരിപ്പായിട്ട്. ഇതാ നല്ല തരിതരിപ്പായിട്ട് അരച്ച് കൊണ്ടുവന്ന് ഇഞ്ചി മാത്രം ഇട്ട പീസ് പരിപ്പാണ് അരച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് വേണ്ട വാഴക്കുടപ്പൻ കുനുകുനാന്ന് അരിഞ്ഞ് അത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമ്മൾ പെരിഞ്ജീരകം, ഇതും ഗ്യാസ് കളയാനും കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കിട്ടാനും നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു, ഞാൻ മാറ്റി വയ്ക്കുവാണ്. വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. അതുപോലെ മുളക് പൊടി, പച്ചമുളക് വേണമെങ്കിലും 1 2 ഇട്ട് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ എടുക്കാം. എന്നിട്ട് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം, അത് നമ്മളെ ഇഷ്ടാനുസരണം. ഇതാ, എന്നിട്ട് കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് യോജിക്കുന്നു. പിന്നെ ഈ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നേരത്തെ അടയ്ക്കൊക്കെ അരച്ച് വയ്ക്കുവാണോ, ഇതുപോലെയൊക്കെ ചെയ്ത് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പിടാതെ അങ്ങ് മാറ്റി അങ്ങൊരു ഡബയ്ക്കകത്ത് അരച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഉപ്പ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് വെള്ളമായിട്ട് വരും. അത് കാരണമാണ് നമ്മൾ ഉപ്പ് ആദ്യമേ ഇടാത്തത്, അവസാനമാണ് ഇടേണ്ടത്. ഉണ്ടാക്കാൻ തൊട്ട് മുന്നേ വേണം നമ്മൾ ഉപ്പിടാൻ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കണമെങ്കിൽ ഉപ്പ് ആ സമയത്ത് മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശകലം കൂടെ അതിൽ വെള്ളം ഇറങ്ങി തുടങ്ങും. അപ്പം അത് കാരണം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്, ഉപ്പ് ആ സമയത്തിടും. അപ്പോൾ നമുക്ക് നല്ല ഒരു ടെക്സ്ചറും കിട്ടും. ഉള്ളി ഇതിൽ ഏതൊന്നും ഇടണ്ട കേട്ടോ. ഉള്ളി ഇടാൻ വേണ്ടാന്ന് പറയാൻ കാരണം ഈ വാഴപ്പിണ്ടി ഭയങ്കര വാഴക്കൂമ്പ് നല്ല ക്രിസ്പി ആയിട്ട് വരും വട. ഞാനിങ്ങനെ ഒറ്റ കൈ കൊണ്ടും ഉണ്ടാക്കാം, അല്ല ഉരുട്ടി നമുക്ക് അത് നന്നായിട്ട് പ്രാക്ടീസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉരുട്ടി വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒറ്റ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കാണിക്കുവാണ്. അടുപ്പൊന്നുകൂടെ കൂട്ടി വയ്ക്കുവാണ്. നമുക്ക് വാഴക്കൂമ്പ് ഇങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും കുടപ്പൻ്റെ. അതാണ് ഞാൻ ഈ സ്ഥലത്തിൽ ഇങ്ങനെ പേരും പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരാണല്ലോ. അപ്പം കുടപ്പൻ ഇങ്ങനെയും ഉപയോഗിക്കാം. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പരിപ്പുവട ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ്. ഈ വാഴക്കൂമ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അവളുടെ ഭർത്താവിനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇത് കിട്ടുമ്പോൾ. അപ്പം ഇതൊക്കെ ഹസ്ബൻഡിനും ഇവിടെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ 1/2 കപ്പാണ് പരിപ്പെടുത്ത് കുതിർത്തത്. നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വന്നിട്ടില്ല, കണ്ടിട്ട് തോന്നുന്നില്ലേ ക്രിസ്പിയാണെന്നുള്ളത്. ആ സൗണ്ട് വരുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ 3 എണ്ണം കൂടെ അത് ഇട്ടിട്ടുണ്ട്. ഇവിടെ 3 എണ്ണം വെയിറ്റിങ്ങിൽ, അടുത്തത് എണ്ണയിലോട്ട് ചാടാനായിട്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് 1/2 കപ്പിന് തന്നെ നമുക്ക് 9 എണ്ണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സാധനമാണ്. കണ്ടില്ലേ ഞാൻ എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് കാരണം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ആ പരിപ്പ് കുതിരാനുള്ള സമയം മാത്രമേ, അത് 1-1.5 മണിക്കൂർ കുതിർത്താൽ മതി. ഈ വാഴപ്പൂ ഇങ്ങനെയും ഉപയോഗിക്കാം. കുടപ്പൻ നമുക്ക് കേരളത്തിൽ വളരെ ഇഷ്ടപ്പെട്ടതാണല്ലോ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങൾ ഇത് കാണുന്നതും ഇതെല്ലാം എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ സപ്പോർട്ടിങ്. ബൈ.